പുറമേയുള്ള വെബ് സീരീസുകൾ ഉണ്ടല്ലോ, ഇപ്പൊ ബ്രേക്കിംഗ് ബാഡ്, ഗെയിം ഓഫ് ത്രോൺസ്, അവിടെ ഈ സീരീസുകൾക്ക് ഭയങ്കര പ്രാധാന്യം ഉണ്ടല്ലോ. ആ ഒരു ലീഗിലേക്ക് നമ്മുടെ ഇപ്പൊ മലയാളത്തിലും ഇപ്പൊ ഹോട്ട്സ്റ്റാറിലായാലും സോണി ലിവിലൊക്കെ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള സീരീസ് ഇപ്പൊ വന്നു തുടങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള സ്പേസുകൾ ഒരു പ്രതീക്ഷയുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ പങ്കജ് ത്രിപാഠി, രാധിക ആപ്തെ ഒക്കെ അങ്ങനെ വെബ് സീരീസുകൾ ചെയ്തിട്ട് അവർക്കൊരു സ്റ്റാർഡം ഉണ്ട്. അങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ടോ? എനിക്ക് ഭയങ്കര ആഗ്രഹം അത്. കാരണം പണ്ട് സിനിമ സീരിയൽ പോലെ ഇനി വരുന്ന ഇനി അതായിരിക്കും അല്ലേ, ഇനി അതായിരിക്കും എന്റർടൈൻമെന്റിന്റെ ഒരു ലോകം. കാരണം അത് നമ്മളെ പണ്ടത്തെ യൂട്യൂബേഴ്സ് അത്രയല്ല, പക്ഷെ ഇപ്പം യൂട്യൂബേഴ്സ് വലിയ സെലിബ്രിറ്റീസ് ആണ് അല്ലേ. അവർക്ക് സ്വന്തമായിട്ട് ഒരു അക്കൗണ്ട് ഉണ്ട്, അവർക്ക് ഇഷ്ടമുള്ള ഫോളോവേഴ്സ് ഉണ്ട്. അതായത് ആക്ടിങ് കരിയറിൽ അല്ലാണ്ട് അവർ സെലിബ്രിറ്റീസ് ആണ് അവര്. അപ്പൊ ഇനിയും വെബ് സീരീസ് വരുമ്പം അത് വേറൊരു ജോണർ ഓഫ് കുറെ. പക്ഷെ ആ സമയത്തും നമ്മുടെ പ്രായമായ ആൾക്കാർ ഇവിടെ ഉണ്ടേ, അവർക്ക് അത്രയും അത് ഇഷ്ടപ്പെടണോന്നോ ഇല്ല അല്ലേ. ഷോർട്ട് പീരീഡ് ആണ് അല്ലേ, ഷോർട്ട് പീരീഡ് ആണ്. ചിലപ്പം ഒരു വെബ് സീരീസ് തന്നെ പല പല സ്റ്റോറീസ് പറഞ്ഞു പോവായിരിക്കും, മനസ്സിലായില്ലേ. അത് ചിലപ്പം മുമ്പുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. സിനിമയിൽ അങ്ങനെ ലുക്കപ്പ് ചെയ്യുന്ന ഒരു ആക്ടർ ഉണ്ടോ സ്മിതയ്ക്ക്? ഞാനോ? അങ്ങനെ ഇന്നൊരാളൊന്നും പറഞ്ഞ ഇല്ല, എനിക്ക് ആരുമില്ല. ഈ അടുത്ത് അങ്ങനെ കണ്ടിട്ട് സ്റ്റണ്ട് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അപ്പൊ ഏതായിരിക്കും സിനിമയുടെ അകത്ത്? ഉള്ളൊഴുക്ക്, ഉർവശി മാം. അത് ഭയങ്കര സട്ടയിലായിട്ട് അഭിനയിച്ചു. ഈ സീരിയലിൽ ഇങ്ങനെ സോക്കോൾഡ് ഓവർ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പെർഫോം ചെയ്യാൻ നമുക്ക് പറ്റിയെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന സമയം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പകുതി ആമക്കിയാണ് അഭിനയിക്കാറ്. അത്രയും ഇല്ലേ, ഒന്ന് പുകഴ്ത്തി പറയന്നെ. അധികം ഭയങ്കര കണ്ണു കുഴപ്പിക്കാതൊക്കെ. അയ്യോ, എന്നെ ഇത് കണ്ടിട്ട് എന്നെ ആരെങ്കിലും വിളിക്കാതിരിക്കോ, അങ്ങനെ അതൊക്കെ പ്രശ്നമുണ്ട്. അതൊക്കെ ആലോചിക്കാറുണ്ട് ഞാൻ. നമ്മളെ ക്യാരക്ടർ ചെയ്യുമ്പോ ക്യാരക്ടറായിട്ട് നിൽക്കുക. ഞാൻ ഇങ്ങനെ ചെയ്തത് ഓവർ ആകുമോ, അവരെന്തെങ്കിലും വിചാരിക്കുവോ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ആയി സംശയങ്ങൾ കൂടുതലാണല്ലേ. ഓവർ ഇടാൻ പറഞ്ഞ അല്ല, ആൻസർ ഒന്നായിരിക്കും, പക്ഷെ അതിന്റെ പുറകിലുള്ള ക്വസ്റ്റ്യൻസ് കേട്ട നമ്മൾ വരെ മറന്നു പല കാര്യങ്ങളും. എന്ത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് നിനക്ക് സംശയങ്ങൾ കൂടുതലാണെന്ന് ഞാൻ എനിക്ക് സംശയമുള്ളവര് ബുദ്ധിയുള്ളവരല്ലേ സംശയമുള്ളവര് അല്ലെ? ചോദ്യങ്ങൾ ചോദിക്കുന്ന ബുദ്ധിയുള്ളവരാണ്. അതെ, ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാമോ? അത് അങ്ങനെ എക്സാമ്പിൾ ആയിട്ട് എല്ലാ കാര്യത്തിലും ചോദ്യം ചോദിക്കുന്നേ, എല്ലാ കാര്യത്തിലും ചോദിക്കും. അപ്പം തന്നെ ദേഷ്യപ്പെട്ടവൻ എണ്ണിച്ചു പോകും. ഞാൻ അടിച്ചു പോകും. നിനക്ക് വേറെ പണിയില്ല, ഞാൻ അയച്ചു പോകുന്നു പറയും. അതായത് ചെറിയ കാര്യമായിരിക്കും, അതെന്താണ് അതങ്ങനെ, അതങ്ങനെ അല്ലാണ്ടായിരുന്നല്ലോ, അതെന്താ ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട്. സോ എല്ലാ കാര്യത്തിലും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ് നമുക്ക്. അതെന്താ അങ്ങനെ എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയാണ്. അതുകൊണ്ടാണ് എല്ലാത്തിലും സംശയമുണ്ട്. ഈ മകൻ ഈ വില്ലത്തിയെ തന്നെ സ്ക്രീനിൽ കാണുന്നതിനോട് അമ്മ എന്നുള്ള രീതിയിൽ എന്താ അഭിപ്രായം? അയ്യോ, അവനൊന്നും കാണുന്നില്ലല്ലോ. സീരീസിന്റെ പുറകെ അവൻ ഭയങ്കര എന്തോ അവനെ കുറിച്ച് പറയാ. അപ്പൊ ഒന്നാമത് അധികം മലയാളം അറിയത്തില്ല. അതുകൊണ്ട് അവൻ അതൊന്നുമില്ല. അപ്പൊ മൈ മദർ ആക്ടിങ് ഇൻ പത്രമാറ്റ സീരിയൽ, ഷീസ് ആൻ ആക്ട്രസ്, അതൊക്കെ അവൻ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയും. ഈ മദർഹുഡ് അറ്റൈൻ ചെയ്തതിന് ശേഷം ആളുകള് കരിയറിലേക്ക് ആക്ടിങ്ങിലേക്ക് വരുന്നത് വിരളാണ് നമ്മുടെ സിനിമയുടെ അകത്ത്. അത് കുറച്ച് ബ്രേക്കായി വരുന്നുണ്ട്. മലയാളത്തിൽ മാത്രമേ ഉള്ളത്. അതെ, ബാക്കി എല്ലായിടത്തും ഉണ്ട്. അതാണ് നമ്മൾ മറ്റേ ഇൻഡസ്ട്രിയിൽ നോക്കുമ്പോ മലയാള ഇൻഡസ്ട്രിയിൽ സീരിയൽ അത്രയും ഒരു ഡെവലപ്പ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും സംശയമാണ്. ഹിന്ദി സീരിയലൊക്കെ സിനിമ പോലല്ലേ അല്ലേ? ഓർണമെന്റ്സും അതും ഇതും. പ്രത്യേകിച്ച് പറയണ ഈ നാഗിൻ അങ്ങനെയൊക്കെ സീരിയൽ കണ്ട ഇങ്ങനെ ബ്രഹ്മാണ്ഡമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു സിനിമ, ഒരു എഫക്ട്, അവരുടെ പാറ്റേൺസ് അങ്ങനെയാണ്. വിളിക്കുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കാറുണ്ടോ? ഞാൻ സ്വപ്നം കാണും. സ്വപ്നത്തിന് ലിമിറ്റ് ഇല്ലല്ലോ. വെളുപ്പിന് വരെ അതിനെ കുറിച്ചിരുന്ന് ആലോചിക്കുക. എനിക്ക് അവാർഡ് കിട്ടുന്നതും അതും ഇതും അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. സ്മിത, നീ സ്മിതയായിട്ടില്ല സ്മിത, നീ ഫാന്റസി ഗേൾ ആണ് പലപ്പോഴും. അതായത് ഒരു ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ സിൻഡ്രല്ല, ഭയങ്കര ഫാന്റസിയാണ്. എനിക്ക് ഫാന്റസി ഇല്ല, ഞാൻ വളരെ റിയൽ ആണ്. പോയെ, ഫാന്റസി അല്ല, നമ്മൾ അങ്ങനെ ആലോചിക്കണം. വളരെ നല്ലതാണ്. റിയൽ വേൾഡ് ചിലപ്പോൾ ബോറിംഗ് ആയി തോന്നിയേക്കും, പറയാൻ പറ്റില്ല. ഈ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോ മനസ്സിലാക്കിയത്, ഈ
നീ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നത് പോലത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ, അയ്യോ, ഐ മീൻ ഷോൾഡർ അപ്പൊ അതും ഈ ഡാൻസ് അതെങ്ങനെ കോപ്പ് ചെയ്യുന്നത്? ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ എന്താ വയ്യാണ്ട് ശരിക്കും കണ്ടീഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അത് എനിക്ക് ആക്സിഡന്റ് ആയതാണ്. ആക്സിഡന്റ് ആയപ്പോൾ എനിക്ക് റൈറ്റ് ഷോൾഡർ പോയി, അതായത് ഡിസ്ലൊക്കേറ്റ് ആയി ഇരുന്നതാണ്. അപ്പം അതുപോലെ ഈ ലെഫ്റ്റ് ഷോൾഡർ വന്നിട്ട് എനിക്ക് 2 വീലറിൽ പോയപ്പോൾ ഒരു അമ്മ ക്രോസ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ അമ്മ ഓപ്പോസിറ്റിൽ വേറെ വണ്ടി വന്നപ്പോൾ അമ്മ റിവേഴ്സിലേക്ക് വന്നു. അപ്പം അമ്മ ഇടിക്കാണ്ടിരിക്കാനായിട്ട് ഇങ്ങനെ ഇട്ടായപ്പോൾ വണ്ടി സ്കിഡായി വീണിട്ട് ഞാൻ ഈ കൈ കുത്തിയപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ തെറ്റിയിട്ട് പുറകിലോട്ടായിപ്പോയി കൈ ഇങ്ങനെ. എവിടെ ട്രിവാൻഡ്രത്തോ? ട്രിവാൻഡ്രത്ത് വട്ടിയൂർക്കാവിൽ വെച്ചിട്ട്. അപ്പം ഇത് അങ്ങനെ ഈ ഓട്ടോയിൽ ഇങ്ങനെയാ ഞാൻ വെച്ചിട്ട് പോയത്, എന്നെ ഇങ്ങനെയാ കെട്ടിക്കൊണ്ടുപോയത് ഓട്ടോയിൽ ഇങ്ങനെ. സോ വൺസ് നമുക്ക് ഡിസ്ലൊക്കേറ്റ് ആയി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഡിസ്ലൊക്കേറ്റഡ് ആവാം. അതാ പറഞ്ഞ ഇന്നലെയും എനിക്ക് സംഭവിച്ചതാണ്. ഞാൻ ജസ്റ്റ് ഒരു ബോട്ടിൽ ഇങ്ങനെ എടുക്കാനായിട്ട് ഇങ്ങനെ പോയതാ, ദൂരെയുള്ള ഒരു ബോട്ടിൽ ഇങ്ങനെ എത്തിയെടുക്കാൻ പോയപ്പോഴത്തേക്ക് ഇത് ടക്കുന്ന സൗണ്ട് ഇത് തിരിഞ്ഞു പോയി കൈ. ആംബുലൻസ് ഒക്കെ വന്നു ഇന്നലെ അവിടെ. അപ്പം ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് അക്രമം വന്ന് വീഴും. ഒരാൾക്ക് കയ്യാണ്ട് ആംബുലൻസ് ഒന്ന് ഇത്ര ആവേശത്തോടുകൂടി ഇന്ന് രാവിലെ ഒന്നും വേണ്ട, ഈ ഇന്റർവ്യൂക്ക് വരുന്നതിന് മുമ്പ് അവള് വീട്ടിൽ ഞാൻ പോയിട്ട് വന്നപ്പോഴും എനിക്ക് വയ്യ, എനിക്ക് പെയിൻ ചിരിക്കുന്നവള്. നമ്മൾ അങ്ങനെ ചെയ്യണോ? അവരുടെ വേദന എന്നാലേ ആര് വീണാലും ഞാൻ കിടന്ന് ചിരിക്കും, അവരെ പിടിച്ച്. ഇതെങ്ങനെയാ ഡാൻസിനൊന്നും ബാധിക്കില്ല? ഇല്ല, ഡാൻസിൽ അതാ പറഞ്ഞത്. ഇപ്പൊ എനിക്ക് ചില സമയത്തേ ഉള്ളൂ ഇത് എനിക്ക് ഒന്ന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കാഞ്ഞിട്ടായിരിക്കും. അങ്ങനെ ഒരു സാധനം വന്ന് വീണിട്ട് പിന്നെ അത് ഇളകണമെങ്കിൽ അത് പ്രോപ്പർ അവൻ ഇത് ചെയ്തിട്ടില്ല. എന്നോട് പറഞ്ഞു വെച്ചാല് ശ്രദ്ധിക്കുക, ഇനിയും കാരണം അത് ചാൻസസ് കൂടുതലാണ്. ഒരിക്കൽ സ്ലിപ്പായി കഴിഞ്ഞാൽ അത് വീണ്ടും സ്ലിപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ അതാ പറഞ്ഞത്, ഇതൊന്നും ഇപ്പൊ എനിക്കൊരു നാളെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ എന്നെ ബാധിക്കണമെന്നില്ല, വേദന ഉണ്ടെങ്കിലും ഇല്ല. ഇപ്പൊ എനിക്ക് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഷൂട്ട് ഉണ്ട്. പക്ഷെ ഇതെന്നെ ചിലപ്പോൾ ആലോചിക്കുന്നില്ല, വേദന ഉണ്ടാവും, അതൊന്നും ഞാൻ ചിലപ്പോൾ അത് ആലോചിക്കണമെന്നില്ല. ഇപ്പൊ നിങ്ങൾ അഭിനയിക്കുന്ന ഒരു സീരിയലിന്റെ കഥ എത്രമാത്രം നിങ്ങൾക്ക് അറിയുണ്ടാവും? ഇപ്പൊ അറിയില്ല. ആദ്യം റീമേക്ക് ആയിരുന്നു, ബംഗാളി സീരിയലിന്റെ ആണ്, എല്ലാ ലാംഗ്വേജിലും ഉണ്ട്, തമിഴ്, കന്നഡ, തെലുങ്ക്. ഞങ്ങളിപ്പോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് സീൻ വൈസേ അല്ല. ചിലപ്പോ ഇപ്പൊ ഒരു സീൻ എടുക്കും, ഇപ്പൊ സീൻ നമ്പർ 230 250 എടുത്താ അടുത്ത സീൻ അഭിനയിക്കാൻ പോണത് 340 കണ്ടിന്യൂറ്റി ഇല്ല. പക്ഷെ ഓൺലൈൻ വരൂല്ലേ? ഓൺലൈൻ വരും, എല്ലാ മാസം ഓൺലൈൻ വരും, കഥ അറിയാം. പക്ഷെ ഓർഡർ ബേസ് അല്ല എടുക്കുന്നതെന്നാ പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് അടുത്തത് എന്താണ്, ഇതിന് പ്രീവിയസ് എന്താണെന്നുള്ളത് നമുക്ക് അപ്ലൈ മനസ്സിലാവുള്ളൂ. അന്നേരം ജസ്റ്റ് അവര് പറഞ്ഞു തരും, ഇതാണ് ഇതിന് മുന്നേ ഉള്ളത്. ചില സമയത്ത് പറഞ്ഞു തരാൻ തന്നെ അവർക്ക് സമയം ഉണ്ടാവില്ല, കാരണം അത്രയും കൺഫ്യൂഷൻ ആയി പോകും എന്ത് എടുക്കുന്നത്. വേണം. കാരണം ഇല്ലേ, നമ്മളൊരു റിയാക്ഷൻ ഇട്ടിട്ട് അടുത്ത സീൻ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പൊ അവിടെ ചെന്നിട്ട് ചിലപ്പോ അത്രയും ഒരു ശക്തമായ റിയാക്ഷൻ നമ്മൾ ഇട്ട് കാണത്തില്ല. ചിലപ്പോ നമ്മൾ കൊടുക്കൂല, ഡൗൺ ആയിപ്പോ. അപ്പൊ നിങ്ങൾ ഈ വാങ്ങിച്ച കോസ്റ്റ്യൂംസും അതുപോലെ തന്നെ സൂക്ഷിച്ചു കണ്ടിന്യൂറ്റിയും വരും. അതുകൊണ്ട് കൊളാബ് മേടിക്കാനും നമുക്ക് കുറച്ച് പാടാം. കാരണം ഇത് മേടിച്ച് നമ്മൾ തിരിച്ചു കൊടുത്ത സീൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവര് നമുക്ക് തിരിച്ചു തരണം, അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ജ്വൽസ് ഒക്കെ ആണെങ്കിൽ അത് എന്തെങ്കിലും ആയിട്ടുണ്ടാവും. സീരിയസ് ബിസിനസ് ആണ് ഇപ്പൊ സീരിയൽ. അയ്യോ, ഒരു ശക്കലൊന്നും മാറി ഇവൻ നമ്മളും കണ്ടിന്യൂറ്റി ഓർക്കണം. ഇപ്പൊ രാവിലെ ഞാനൊരു സാരി ഉടുത്തു, പിറ്റേ ദിവസം ആ സാരി ഉണ്ട്, എന്റെ പൊട്ട് തൊട്ട് ഞാനാണ് എല്ലാം മാറ്റുകയും ചെയ്യും, പൊട്ടും ഹെയർ സ്റ്റൈലും ഇതെല്ലാം ഓർത്ത് വെക്കണം.